സർ, സംസ്ഥാനത്തെ 4,27,736 ഭവനരഹിതർക്ക് ലൈഫ് പദ്ധതി വഴി വീട് വെച്ച് നൽകി. 1,11,306 വീടുകൾ പൂർത്തീകരണ ഘട്ടത്തിലാണ്. അതായത് 5,39,042 കുടുംബങ്ങളാണ് സാർ അടച്ചുറപ്പുള്ള ഭവനങ്ങളുടെ ഉടമയാകുന്നത്. സാർ, പട്ടികജാതിയിൽപ്പെട്ട 1,11,996 പേർക്കും പട്ടികവർഗത്തിൽപ്പെട്ട 43,332 പേർക്കും ലൈഫ് പദ്ധതിയിലൂടെ വീട് നൽകി. സാർ, ലൈഫ് പദ്ധതിക്കായി 2016-17 മുതൽ നൽകിയത് 18,000 കോടിയിലധികം രൂപയാണ്. സാർ, 2025-26 ലൈഫ് പദ്ധതിയിലൂടെ കുറഞ്ഞത് 1,00,000 വീടുകൾ പൂർത്തിയാക്കും. സാർ, 25-26 സാമ്പത്തിക വർഷം ലൈഫ് പദ്ധതിക്കായി 1,160 കോടി രൂപ വകയിരുത്തുന്നു. സാർ, രാജ്യത്ത് കഴിഞ്ഞ 3 വർഷമായി ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ്. 3.5 വർഷം കൊണ്ട് 25.17 ലക്ഷം ആകെ 6,788 കോടിയുടെ സൗജന്യ ചികിത്സയാണ് സാർ ഈ സർക്കാർ നടപ്പിലാക്കിയത്. സാർ, ആരോഗ്യ മേഖലയിലാകെ പദ്ധതികൾക്കായി ഈ സർക്കാർ ഇതിനകം ചെലവഴിച്ചത് 38,126 കോടി രൂപയാണ്. സാർ, 25-26 വർഷം ആരോഗ്യ മേഖലയ്ക്ക് 10,431.73 കോടി രൂപ വകയിരുത്തുകയാണ് സാർ. സാർ, സംസ്ഥാനത്തെ 42 ലക്ഷം കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ നൽകുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് ഈ സർക്കാർ ഇതിനകം നൽകിയത് 3,967.3 കോടി രൂപയാണ്. പ്രതിവർഷം 1,300 കോടിയിലധികമാണ് സാർ. സാർ, ബജറ്റിൽ നീക്കിവെക്കുന്ന തുകയേക്കാൾ അധികരിച്ച തുകയാണ് ഓരോ വർഷവും കാരുണ്യ പദ്ധതിക്ക് നൽകുന്നത്. സാർ, 25-26 കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്കായി ആദ്യഘട്ടമായി 700 കോടി രൂപ അനുവദിക്കുന്നു. സാർ, സംസ്ഥാനത്ത് കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 12.74 ലക്ഷം വൈദ്യുതി കണക്ഷനുകളാണ് നൽകിയത്. കഴിഞ്ഞ 8.5 വർഷമായി കേരളത്തിൽ പവർ കട്ട് ഉണ്ടായിട്ടില്ല സാർ. പുതുതായി 1,359.55 മെഗാവാട്ട് വൈദ്യുതി ഈ സർക്കാരിൻ്റെ കാലത്ത് നാം ഉൽപ്പാദിപ്പിച്ചു. സാർ, ഈ സർക്കാരിൻ്റെ കാലത്ത് ഗ്രാമനഗര മേഖലകളായി 20,28,424 കുടിവെള്ള കണക്ഷനുകളാണ് പുതുതായിട്ട് അനുവദിച്ച് നൽകിയത്. സാർ, 3 വർഷം കൊണ്ട് 1,80,887 കുടുംബങ്ങൾക്ക് സംസ്ഥാനത്ത് പട്ടയം വിതരണം ചെയ്തു. കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് സംസ്ഥാനത്തെ 5.58 ലക്ഷം ഹെക്ടർ ഭൂമി ഡിജിറ്റൽ സർവേയിലൂടെ അളന്ന് തിട്ടപ്പെടുത്തി സാർ. രാജ്യത്തെ പല സംസ്ഥാനങ്ങളും ഈ സംവിധാനം മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനുമായി കേരളത്തിലേക്ക് എത്തി. സാർ, ഈ സർക്കാരിൻ്റെ കാലത്ത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള 29,522 കിലോമീറ്റർ റോഡിൽ 17,483.8 കിലോമീറ്ററും BMBC നിലവാരത്തിലേക്ക് ഉയർത്തി. സാർ, 100-ലധികം പാലങ്ങൾ നിർമ്മിച്ചു. 180ഓളം പാലങ്ങൾ ഉടൻ പൂർത്തീകരിക്കാൻ പോകുന്നു. സാർ, 2025-26 വർഷത്തിൽ സംസ്ഥാനത്തെ പൊതുമരാമത്ത് റോഡുകൾക്കും പാലങ്ങൾക്കുമായി 3,061 കോടി രൂപ വകയിരുത്തുന്നു. കിഫ്ബിയും റീബിൽഡ് കേരളയും വഴി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പുറമെയാണിത് സാർ. സാർ, ഈ സർക്കാരിൻ്റെ കാലത്ത് 5,04,830 പേർക്ക് പുതിയ റേഷൻ കാർഡുകൾ അനുവദിച്ചു. KSRTCക്ക് 3.5 വർഷം കൊണ്ട് ഈ സർക്കാർ നൽകിയത് 6,965 കോടി രൂപയാണ്. കഴിഞ്ഞ 3.5 വർഷം കൊണ്ട് 2.75 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ സംസ്ഥാനത്ത് ആരംഭിച്ചു സാർ. കേന്ദ്ര സർക്കാരിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പട്ടികയിൽ രാജ്യത്ത് 1ാമതായി നമുക്കെത്താൻ കഴിഞ്ഞു. 15ാം സ്ഥാനത്ത് വന്നു. സാർ, പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ന്യൂനപക്ഷ വിഭാഗ വിദ്യാർത്ഥികളുടെ വിവിധ സ്കോളർഷിപ്പുകൾ നൽകാൻ ഈ സർക്കാർ ചെലവഴിച്ചത് 3,821 കോടി രൂപയാണ് സാർ.